അല്ല ഇതാര് രാഘവനോ? ഇരുന്നാട്ടെ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ആ പിന്നെ എന്തൊക്കെയുണ്ട് രാഘവ വിശേഷം? ഞാൻ ഒരു മുന്നറിയിപ്പ് തരാൻ വന്നതാണ്. ആ കുഞ്ഞുപിള്ളിയും രാമനായരും എന്തോ ഒരു പ്ലാനൊക്കെ ഇടുന്നുണ്ട്. അതിൽ വല്ലച്ചും വീഴരുത്. എന്താ? പ്ലാൻ ഇടുന്നതും വല വെക്കുന്നതല്ല അവരുടെ കാര്യം. ഞാൻ അതിലെല്ലാം വീഴുവോ രാഘവ? അത്രയ്ക്ക് മടയനാണോ ഞാൻ? അത് മതി. ആ വല്യച്ഛനെന്ന് പറഞ്ഞാൽ എനിക്കും ഭവാനിക്കും കാണപ്പെട്ട ദൈവമാണ്. വല്യച്ഛന് ഒരു ഉപദ്രവവും വരുന്നത് ഞങ്ങൾക്ക് സഹിക്കാനാവില്ല. എന്താ? രാഘവ, സമയം ഒരുപാടായി. രാഘവൻ പോയി കിടന്ന് ഉറങ്ങിയാട്ടെ. പിന്നെ വല്യച്ഛ, നമ്മുടെ എസ്റ്റേറ്റിന്റെ തൊട്ടപ്പുറത്തുള്ള എസ്റ്റേറ്റ് വിൽക്കാനുണ്ടായിരുന്നു. അതുകൂടി നമുക്ക് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്താ? തീർച്ചയായും വാങ്ങിക്കണം. പക്ഷേ സ്വല്പം പണക്കുറവുണ്ടായിരുന്നു. ഒരു 1.7 ലക്ഷം രൂപയുടെ പണക്കുറവേ ഉള്ളൂ. ആ മാസം 2,000 രൂപ ആദായം കിട്ടത്തക്ക നിലയിലുള്ള എസ്റ്റേറ്റ് വാങ്ങിക്കാനുള്ള പണം മുഴുവൻ ഞാൻ തന്നു കഴിഞ്ഞില്ലേ? എന്നാലും വല്യച്ഛൻ ഇത്തവണ കൂടി എന്നെ സഹായിക്കണം. എന്താ? സാധ്യമല്ല. ഉള്ളതുകൊണ്ട് ഒരുത്തന് തൃപ്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. മനസ്സിലായോ? ആ സമയം ഒരുപാടായി. രാഘവന് പോകാം. ആ പോകുമ്പോഴേ ആ കൂടെ കൊണ്ടുപോയിക്കോളൂ. ഞങ്ങൾ അധികം പഴം കഴിക്കാറില്ല. ആ ഇതാര് കുഞ്ചുവോ? ഇരുന്നാട്ടെ. വേണ്ടായി, ഞാനിവിടെ നിന്നോളാവേ. പിന്നെ എന്തൊക്കെയുണ്ട് കുഞ്ചു വിശേഷം? ഒന്നുമില്ലേ? ഈ അസമയത്തെ രാത്രിയിൽ പഴക്കൊലവുമായിട്ട് വരാനുള്ള കാരണം? എങ്കിലും എന്റെ അങ്ങുന്നിനെ പറ്റി ആ മുഷകോടൻ രാഘവനും അവന്റെ ഭാര്യയും കൂടി പറയാത്ത കുറ്റമൊന്നുമില്ല. അതിന് എന്റെയും കാർത്യായനിയുടെയും നാവ് കുഴഞ്ഞു മറുപടി പറഞ്ഞ് എന്റെയും കാർത്യായനിയുടെയും കാണപ്പെട്ട ദൈവം അല്ലയോ അങ്ങുന്ന്. സംശയമുണ്ടോ? അല്ല, അങ്ങുന്ന് വന്നാലേ ഞങ്ങൾക്ക് മാത്രമേ സഹായം ചെയ്യുള്ളൂ എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. അതിന്റെ കണ്ണുകടിയാങ്ങുന്ന ഇത് ഇവർക്ക് നല്ല ആവശ്യമുണ്ടോ? യാതൊരു ആവശ്യവുമില്ല. ആ പിന്നെ കുഞ്ചു അടുത്തു വാ. വായവർക്ക് ഇനി സംസാരിക്കണ്ട. ഇന്നാ സമയം ഒരുപാടായി. കുഞ്ചു പോയി കിടന്നുറങ്ങും. ആ പോകുമ്പോഴേ പഴക്കൊല കൂടെ കൊണ്ടുപോകും. ഞങ്ങൾക്ക് ആദ്യം പഴം കഴിക്കാൻ വയ്യ, വയറളകും. ആ കൊണ്ടുപോ. ആ പഴക്കുലയുമായി വന്നിരിക്കുന്നു കാക്ക പിടിക്കാൻ. ആഹാ, ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. ആട്ടെ, രാമനായർക്ക് എന്ത് വേണം? എനിക്ക് അധികമൊന്നും വേണ്ട, ഒരു 2 ലക്ഷം രൂപ വേണം. 2 പൈസ ചോദിക്കുന്ന മട്ടിലല്ലേ 2 ലക്ഷം രൂപ ചോദിക്കുന്നത്? അതെ, എണീറ്റിടും. താൻ വല്ലതും സമ്പാദിച്ചു തന്നിട്ടുണ്ടോ? എനിക്ക് ഞാനൊന്നും സമ്പാദിച്ചു തന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ളതിൽ ഓഹരിക്ക് അവകാശിയാണ് എന്റെ ഭാര്യ രുദ്രാണ്. ഓഹോ, ഭാഗം ചോദിക്കാൻ വന്നിരിക്കുകയാണ്. എന്ത് ധരിച്ചാലും കൊള്ളാം. ഞങ്ങൾക്ക് ഇന്ന് വരെ നിങ്ങൾ എന്ത് തന്നു? ഒന്നും തന്നില്ലല്ലേ? ഒന്നും തന്നില്ലല്ലോ. അത്രയ്ക്കൊന്നും പറയാനില്ല. ഒരു 1.5 ലക്ഷം രൂപയുടെ സ്വത്ത് തന്നു കാണും. എന്നാ ഇനി ഒരു പൈസ തരാൻ ഞാൻ ഒരുക്കമല്ല. അപ്പോ താൻ പോടും. ഈ വയസ്സുകാലത്ത് എന്നോട് കളിക്കരുത്, അബദ്ധമാണ്. എന്നോട് പോകാനാണ് പറഞ്ഞത്. വഴിക്കേണ്ട വഴി എനിക്കറിയാം. ഇവനാരടാ ശങ്കര? നാളെ രാവിലെ വക്കീലിനോട് ഇവിടം വരെ ഒന്ന് വരാൻ പറയണം. എനിക്ക് എന്റെ ഒസ്യത്ത് എഴുതണം. എന്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ ലല്ലിമോന്റെ പേരിൽ എഴുതി വെക്കാൻ പോവുക. ഇവന്മാരെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. എന്നാലും ആ കിഴവൻ സ്വത്ത് മുഴുവൻ ആ പെണ്ണിന് വഴി എഴുതി വെച്ചിരിക്കണം, നമുക്കൊന്നും തരാതെ. എന്താ ആ കിഴവൻ ഇത് ചെയ്യുന്നത് നമ്മൾ ആരും കരുതിയതല്ല. എല്ലാ എഴുതി രജിസ്റ്റർ കൊണ്ടുവന്നോ? എല്ലാ പണിയും ചെയ്ത് കഴിഞ്ഞിരിക്കണം. എന്താ വല്ലാത്ത കഷ്ടമായി പോയി. വെറുതെ അല്ല ആ പെണ്ണ് ഇത്ര അഹങ്കാരം ഉങ്കും വെച്ച് നടക്കുന്നത്. ഭവാനി, ആ സ്വത്ത് മുഴുവൻ നമുക്ക് നേടിയെടുക്കാം. എന്താ? അതെങ്ങനെ? എന്റെ ഈ മകനെ ചോണയുണ്ടായാൽ മതി, ഇവൻ അവളെ കല്യാണം കഴിക്കണം. എന്താ? ഓഹോ, അങ്ങനെ. അത് കൊള്ളാം മച്ചാ. എന്റെ പൊന്നു മോനെ, എങ്ങനെയെങ്കിലും അവളെ ഒന്ന് മെരുക്കി എടുക്കടാ. എന്നെ കൊണ്ടാവില്ല, ഞാൻ അവൾ തടുക്കത്തില്ല. അവള് വലിയ ഫോറിൻ സാധനമേ, എന്നെ ചെറുപ്പത്തിൽ കളയും. നീ ഇവിടെ ആളാണോടാ? ലക്ഷക്കണക്കിന് സ്വത്ത് അവളെ വരി കിടക്കുന്നു. ഈ സമയത്ത് നിന്റെ അച്ഛനാണ് എന്തൊന്നും നോക്കണേ. ഞാനേ
വെറും കഞ്ഞിപ്പട്ടാളായിട്ട് നടന്ന കാലത്താണ് നിന്റെ ഈ അമ്മയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. എന്തിനാണെന്നറിയാമോ? എവള് ആ കോടീശ്വരം കുട്ടമ്പിള്ളയുടെ ചേട്ടന്റെ മകളാണല്ലോ. അച്ഛാ, നമുക്ക് വേണ്ടോളം സ്വത്തൊന്നുമില്ല അച്ഛാ. അവള് വല്ല ഫാറിനെയും കല്യാണം കഴിച്ച് സന്തോഷമായിട്ടിരുന്നോട്ട്. ഞാൻ വെറും കൺട്രിയാ. അപ്പൊ അവളെ സ്വത്ത് അതവളുടെ മുത്തച്ഛൻ കൊടുത്തല്ലേ? മനെ പരത കുറച്ച് കാശ് നമ്മുടെ ഈ കൂടുതലായി പോയി എന്ന് വെച്ചാൽ അതിനെന്തോന്നാടാ ഒരു കുറവ്? അവനോട് വേഗം തന്ത്രം ഒന്നും ഉപദേശിച്ചിട്ട് കാര്യമില്ല. എടാ, നിനക്ക് 3 നേരം ആഹാരം വേണം, കിടന്നിറങ്ങാൻ സ്ഥലം വേണം, ഇടാൻ കുപ്പായം വേണം. മനുഷ്യനെങ്ങനെ ജീവിക്കുന്നു? എന്നാലേ ഞങ്ങൾ പറയുന്നത് കേട്ടേ പറ്റൂ. അവളെ കൊണ്ട് നിന്നെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിപ്പിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണം അമ്മേ? ചേട്ടാ, നശൂലം പിടിച്ചവന് വയസ്സ് 10-25 ആയല്ലോ. ഒരു പെണ്ണ് ഞാൻ അയാളെ കല്യാണം കഴിക്കും എന്ന് പറയിപ്പിക്കാൻ ഞാൻ പഠിപ്പിച്ചായിരുന്നോടാ നിന്നെ? വേണോ അമ്മ പഠിപ്പിച്ചു? നിന്റെ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കല്യാണം കഴിപ്പിക്കാമെന്ന് അവളെ കൊണ്ട് സമ്മതിപ്പിച്ചില്ലെങ്കിൽ 10 വേളം എനിക്ക് വീട്ടിൽ ഞാൻ തരാം. മനസ്സിലോ എന്താ അറിയില്ലേ? കുഞ്ഞിനെ അയ്യോ മോനെ, നീ പരിഭ്രമിക്കണ്ട കേട്ടോ എന്റെ പൊന്നുമോനെ. ഞാൻ 5 രൂപ തരാം. നീ ഇതും കൊണ്ട് പോയി ഒരു 3 മലയാള സിനിമ കാണാം. അതല്ല അപ്പൊ നിനക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ അറിയാം. ബാക്കി ഉണ്ടെങ്കിലേ വല്ല മാതികയോ വാരികയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. അപ്പൊ എല്ലാം മനസ്സിലാകും. ഒസ്യത്തിൽ ഒരാളുടെ കയ്യിൽ കുറെ സ്വത്ത് എഴുതി വെച്ചു എന്ന് വിചാരിക്കും. എഴുതി വെച്ചാലും അനുഭവിക്കേണ്ട ആളും പെട്ടെന്നങ്ങ് മരിച്ചു എന്ന് വിചാരിക്കും. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? സ്വത്ത് ജീവിച്ചിരിക്കുന്ന അടുത്ത ബന്ധുക്കൾക്ക് തുല്യമായി ഭാഗിക്കപ്പെടും. നേരാണോ? അതെ, ഞാൻ അന്വേഷിച്ചു. നിങ്ങൾ എന്താ ഒരു കൂട്ടം ഒളിച്ചു വെച്ച് സംസാരിക്കുന്നത്? ബുദ്ധിയില്ലാത്തവർ. കുട്ടമ്പിള്ള വല്യച്ഛന് ലല്ലിയും മരിച്ചാൽ ലല്ലിയുടെ സ്വത്തിൽ 1/3 ഭാഗം നമുക്ക് കിട്ടും, ലക്ഷക്കണക്കിന് രൂപ. അത് തന്നെ വഴി കാണും. രാമൻ നായർ വഴി കാണും. നിങ്ങളുടെ ഒരു കുട്ടി വരാനാ പറഞ്ഞ ഞാൻ. അവളവിടെ ഇരിപ്പുണ്ട്, അങ്ങോട്ട് ചെല്ലും. ഇന്ന് വേണമേ? ഇവിടെ ചെന്ന് നല്ല 4 വാക്ക് പറഞ്ഞു അവളെ മയക്കടാ. എന്റെ കാവിലമേ, ഞാൻ കുഴങ്ങി. ഞാൻ നാളെ പോകണം. എനിക്ക് അങ്ങോട്ട് എടോ എനിക്ക് ചെല്ലടാ അമ്മേ. ചെല്ലേ. ഗുഡ് മോർണിംഗ്. ഇപ്പൊ മോർണിംഗ് അല്ലല്ലോ, ഈവനിങ് ആണല്ലോ. അതെ 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 അതെ. യു ലൈക്ക് ട്വിസ്റ്റ്? ഭരതേട്ടൻ മലയാളത്തിൽ പറഞ്ഞാ മതി, എനിക്ക് നല്ലപോലെ മലയാളം മനസ്സിലാവും. ലല്ലു സിംഗപ്പൂരിൽ നിന്ന് വന്നതുകൊണ്ട് മലയാളം അറിഞ്ഞൂടാന്നുള്ളതുകൊണ്ടാണ് ഞാൻ പച്ച ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഓഹോ, പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? ഐ ലവ് യു. ഭരതേട്ടനെ വിട്ടിട്ട് സംസാരിക്കാൻ ആര് പറഞ്ഞു തന്നു? എന്റെ അച്ഛനമ്മമാര്. ഇത് ഒരു വലിയ ഒരു പ്രശ്നമാണ്. എന്താണ് പ്രശ്നം? എന്റെ ഭക്ഷ്യ പ്രശ്നം. ലല്ലു, എന്റെ അച്ഛനമ്മമാർക്ക് വേണ്ടിയെങ്കിലും എന്റെ കല്യാണം. നിങ്ങൾക്ക് നാണം ഇല്ലല്ലോ മനുഷ്യ. യു ലൈക്ക് ട്വിസ്റ്റ്? നോ താങ്ക്സ്. മുറുക്ക്, കണ്ടേ മുറുക്ക്? നോ താങ്ക്സ്. What I like, you know like. My mother says you like, and I like you like. I like you like. You like and I like it, you like it. ഇതൊന്നും കഴിഞ്ഞിരിയൊക്കെ പോകട്ടെ പറഞ്ഞിട്ട് ലല്ലു എന്റെ മുറപ്പെണ്ണാണ്, കല്യാണം കഴിച്ചതാന്ന്. അത് ഞങ്ങളൊന്ന് പാളിഷ് ചെയ്യത്. ഇവൾ നിന്റെ മുറപ്പെണ്ണല്ല. അയ്യോ, പിന്നെ അന്ന് പറഞ്ഞതോ? അത് പിൻവലിച്ചിരിക്കുന്നു. ആ, നീ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചോ. എനിക്ക് മനസ്സില്ല, ചുമ്മാ എന്നെ കളിപ്പിക്കാ. ഞാൻ പറയുന്നത് കേൾക്കൂല്ലേ? എനിക്ക് മനസ്സില്ല. മനസ്സിൽ ഫുൾ. ആ, എന്നെ അങ്ങനെ ഒഴിവാക്കാന്ന് വിചാരിക്കണ്ട. എന്റെ അമ്മേനെയും കയ്യിൽ ചില വിദ്യകളൊക്കെ ഉണ്ട്, ഞാനത് കാണിച്ചതാ. അവിടുന്ന് ലല്ലിയോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാം. എന്താ? നമ്മുടെ വിവാഹത്തെ പറ്റി. ആരുടെ വിവാഹത്തെ പറ്റി? ഞാനും ലല്ലുവും തമ്മിലുള്ള വിവാഹത്തെ പറ്റി. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി, എന്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. എന്റെ കാര്യവും ലല്ലുവിന്റെ കാര്യവും ഇനി വെവ്വേറെ കാണാൻ പറ്റൂല. ലല്ലുവിനെ വിവാഹം കഴിക്കാൻ പോകുന്നത് ഞാനാണ്. നടക്കാൻ പോകുന്നത് പറഞ്ഞതേ ഉള്ളൂ. മിസ്റ്റർ ഗോപി, എന്റെ ഈ ചെരുപ്പിനെ പോലും വിവാഹം കഴിക്കാൻ കഴിയില്ല, മനസ്സിലായോ? വിവാഹം കഴിക്കാൻ വന്നിരിക്കുന്ന യോഗ്യൻ. ചെരുപ്പിനെ മനുഷ്യൻ വിവാഹം കഴിക്കാറില്ല. ഗോപി വിവാഹം കഴിക്കാൻ പോകുന്നത് ലല്ലുവിനെയാണ്. ഞാൻ ലല്ലിക്ക് കൂട്ടിന് വന്നാണ്. ഇന്ന് നിന്റെ അഹങ്കാരം ഞാൻ തീർക്കും. ബഹളം വെച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അയ്യോ,
എന്താ എന്താണ് എന്തെന്നാണ് ഇവിടെ വേണം? ഒന്നുമില്ല. വാ വാ